നിങ്ങളിപ്പോ അജിത്ത് എന്ന് പറയുന്നത് മൈജി അജിത്ത് എന്നാണ് അറിയാം. അതെ 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 എൻ്റെ നാട്ടിലെല്ലാം എന്നെ ഒരുവിധം ആൾക്കാർ അറിയുന്നത് മൈജിയുടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ. അതെങ്ങനെ ബന്ധപ്പെട്ടു? മൈജിയുടെ ഒരു സ്റ്റോർ കൊല്ലത്തും കരുനാഗപ്പള്ളിയിലുമായിട്ട് ഇനോഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. അമ്മി മുകുന്ദനാണ് എൻ്റെ ഒരു ഇനോഗ്രേഷൻ. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ അവിടെ വർക്കിൻ്റെ ഇനോഗ്രേഷൻ വർക്കേഴ്സിന് എന്തോ ലാഗ് വന്നാണ്, വർക്ക് കുറച്ച് ഡിലേ ആയി, ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രജിത്ത് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ്, പുള്ളി എന്നെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ടീമിൽ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഹിന്ദിക്കാരുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ ഈ കമ്മിറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. 24 hours വർക്ക് ചെയ്താൽ മാത്രമേ ഈ 2 സ്റ്റോർ തീർക്കാൻ പറ്റൂ. ആ 2 സ്റ്റോറും നമ്മൾ തീർത്തു കൊടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലെടുത്തുകൊണ്ട് അറ്റ് എ ടൈം കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും സ്റ്റോറുകൾ നൈറ്റ് ആൻഡ് ഡേ നിന്ന് നമ്മൾ വർക്ക് ചെയ്തു. ഞാൻ ഇവരെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഉറക്കമൊഴിഞ്ഞ് നിന്ന് സ്റ്റോർ ഫിനിഷ് ചെയ്ത് കൊടുത്തു. അതൊരു ഇനോഗ്രേഷൻ വലിയൊരു അച്ചീവ്മെൻ്റ് ആയി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഗുണമുണ്ടായി. അപ്പോൾ അതിനുശേഷം പ്രജിത്ത് സാറ് തന്നെ നമ്മളെ അടുത്ത് അവരുടെ ഹെഡായ ഇജാസ് ഭായിനടുത്ത് റെഫർ ചെയ്തു. അങ്ങനെ അനീഷേട്ടൻ, അങ്ങനെ ഒരു ബന്ധം അവിടെ നിന്ന് തുടങ്ങുവാണ്. അതൊരു വലിയൊരു ബന്ധത്തിൻ്റെ തുടക്കമായി മാറി. പിന്നീടുള്ള സ്റ്റോറുകൾക്കെല്ലാം എന്നെ കണക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ എത്തിപ്പെട്ടത് പിന്നീടുള്ള സ്റ്റോർ എന്ന് പറഞ്ഞാൽ ലുലു മാളിൻ്റെ ഫ്രണ്ടിലെ എടപ്പള്ളിയിലെ സ്റ്റോറിലെത്തുന്നു. വലിയ സ്റ്റോറാണ്. അപ്പോൾ അത് ഓഡിയൻ സിനിമയുടെ ടൈമിലൊക്കെയാണ് മോഹൻലാലാണ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സ്റ്റോർ. അന്നത് വേറൊരു പ്ലാനിലുള്ള വർക്കായിരുന്നു. അത് ഞാൻ അലുമിനിയം പ്രൊഫൈലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടൊരു ഡിസൈൻ പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം പൊറ്റമൽ മൈജി സ്റ്റോറിലേക്ക് വരുന്നു. ഇത് എത്ര സ്റ്റോർ ചെയ്തു? അപ്പോൾ ഒരു 10-100 സ്റ്റോറിന് മുകളിൽ. നിങ്ങളിന്നിപ്പോൾ അജിത്ത് എന്ന് പറയുന്നത് മൈജി അജിത്ത് എന്നാണ് അറിയാം. അതെ 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 എൻ്റെ നാട്ടിലെല്ലാം എന്നെ ഒരുവിധം ആൾക്കാർ അറിയുന്നത് മൈജിയുടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നത് അറിയാം.